കൂട്ടുകാരെ, പാകിസ്ഥാനി ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. വാ കാണിച്ചു തരാം. സിമ്പിളായിട്ടുണ്ടാക്കുക കേട്ടോ. വാ കൂട്ടുകാരെ, നമ്മളിന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാകിസ്ഥാനി ചിക്കൻ കറി ആട്ടോ പരിചയപ്പെടാൻ പോണേ. ചിക്കൻ്റെ ഈ ഒരു മുഴുപ്പിൽ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ജിഞ്ചകാളി പേസ്റ്റ്, തൈര്, 2 സവോള, 3 പച്ചമുളക്, ഒരു 3 തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ നമ്മുടെ ഗീ. അപ്പം അടുപ്പ് കത്തിച്ചു, ഉരുളി ചൂടായി, ഗീ ഒഴിച്ചു കൊടുത്തു. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ഒഴിച്ചു കൊടുത്തു. ഒരു 3-4 കഷ്ണം ഏലക്ക, 2-3 കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂക്കണം കേട്ടോ. ഗീയിൽ കിടന്ന് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ട് ഈ ഗീ കിടന്ന് ഇതുങ്ങളെയൊക്കെ നന്നായിട്ട് അങ്ങ് സോട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ അങ്ങ് സോട്ട് ചെയ്ത് കുറച്ച് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ 2 സവോള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതും ഗ്രീൻ ചില്ലിയും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഇളക്കി കൂട്ടുക. അതിന് ശേഷം കണ്ടോ, ഇതുങ്ങളെയൊക്കെ ഇളക്കി കൂട്ടി ഒരുമിച്ച് ഒന്ന് കൂടിച്ചിട്ട് നേരെ നമുക്ക് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ആ ചിക്കൻ്റെ വെള്ളവും ഒക്കെ ഒന്ന് ഇറങ്ങും. ഗീയൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇത് കണ്ടോ. ഇപ്പം നെയ്യുമുണ്ട്, ചിക്കൻ്റെ സ്റ്റോക്കും ഉണ്ട്. ഈ ഒരു വൈറ്റ് കളർ ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ആ 3 തക്കാളി ചോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അതുങ്ങളെ നേരെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇളക്കുകയോ ചെയ്തിട്ട് ഒന്നും ചെയ്യരുത്, നേരെ മൂടുക. ഈ തക്കാളി ഈ സ്റ്റീമിൽ കിടന്ന് അങ്ങ് കുക്കാവണം. അല്ലെങ്കിൽ സെപ്പറേറ്റ് തക്കാളി ബോയിൽ ചെയ്തിട്ട് അരച്ചെടുത്താലും മതി, പക്ഷേ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരിൽ തക്കാളി നേരെ ഇടുക, മൂടി വെക്കുക. ഒരു 3-4 മിനിറ്റ് ആവി എറിയുമ്പം സെറ്റാവും. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ആ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കസൂരി മെത്തിയുടെ ഇല, നമ്മുടെ ഉലുവാച്ചീരയുടെ ഇലേ ഒന്ന് റോസ്റ്റ് ചെയ്ത് തവയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടു. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എടുത്ത് വെച്ച തൈരുണ്ടല്ലോ, ഒരു 100 ml തൈര് വരും കേട്ടോ, ഏകദേശമാണ്. നിങ്ങൾ ഈ മസാലയുടെ കൂട്ടത്തിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാനുള്ളത് കേട്ടോ. ഏകദേശം നമ്മുടെ ഈ പ്രവാസി മലയാളികൾക്കൊക്കെ അറിയായിരിക്കും, ഗൾഫ് ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും ഈ ചിക്കൻ കറി. പിന്നെ ഇതല്ലാണ്ട് വേറെ കടായി ചിക്കനുണ്ട്, പൊറോട്ടയും റൊട്ടിയൊക്കെ കിട്ടും പാകിസ്ഥാനിലുള്ള. നല്ല രസമായിട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സ്റ്റീമായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റോക്കും നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കും തക്കാളിയൊക്കെ വെന്ത് സെറ്റാകുമ്പോഴത്തേനും അത് വേറൊരു ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ അതാണ് ആ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പം ഇതുങ്ങളൊക്കെ ഒന്ന് ഇളക്കി ഒന്നാമത് സെറ്റായി കൂട്ടി. അതിന് ശേഷം നമ്മൾ ആ തൈരിൽ മിക്സ് ചെയ്ത പൗഡേഴ്സ് ഉണ്ടല്ലോ, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കസൂരി മെത്തി, ജീരക പൗഡർ, ഗരം മസാല പൗഡർ, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതുങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൂട്ടുക. നല്ല രീതിയിൽ ഇളക്കി കൂട്ടണം. ആ ഗീയുടെ ഫ്ലേവറൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ കൂട്ടുകാരെ. വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തോക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇച്ചിരി കസൂരി മെത്തിയുടെ പൗഡറൊക്കെ മേടിച്ച് നോക്കണം, നല്ല കേട്ടോ. പൗഡറല്ല, എന്തെങ്കിലും ഇതുപോലൊക്കെ ആവശ്യം വരുമ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല സൂപ്പറാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്കും എല്ലാം ഇറങ്ങി ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയോ, നല്ല റിച്ച് ക്രീം കേട്ടോ. ഫ്രഷ് ക്രീമാണ്. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 150 ml പാല് ചേർത്താലും മതി കേട്ടോ. പാല് ചേർത്തിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ക്രീം ചേർത്തു, നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 20 ഗ്രാം ബട്ടർ കൂടെ ചേർക്കും ലാസ്റ്റ്. അതിന് ശേഷം ഇച്ചിരി കസൂരി മേത്തി കൂടെ പൊടിച്ചിടും, അല്പം മല്ലിയിലും കൂടെ ചേർത്ത് ചൂടോടെ സെർവ് ചെയ്യാം. റൊട്ടിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാൻ്റെ കൂടെ കഴിക്കാൻ നല്ല കില്ലാടി സാധനം കേട്ടോ നമ്മുടെ ഈ പാകിസ്ഥാനി ചിക്കൻ. ചെറിയ കസൂരി മെത്തിയും മല്ലിയിലും കൂടെ വിതറി ഫിനിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ. എന്നാൽ ശരി, എന്നാൽ അടുത്ത് പിടിക്കണം.